സിപിഎമ്മിനുള്ളിലെ അപജയങ്ങൾ ചോദ്യം ചെയ്തതുകൊണ്ടാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് നിയുക്ത എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂരിൽ മത്സരിക്കാൻ തനിക്ക് മുൻകൂട്ടി പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ മാറ്റിയിരുന്നെങ്കിൽ താൻ മത്സരരംഗത്ത് ഇറങ്ങില്ലായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എൻജിഒ ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കുഞ്ഞികൃഷ്ണൻ. അടിയന്തരാവസ്ഥ കാലത്ത് സിപിഎം പാർട്ടി അംഗത്വം നേടിയ താൻ 50 വർഷത്തോളം പ്രസ്ഥാനത്തിനായി നിലകൊണ്ടു. എന്നാൽ പാർട്ടിക്കുള്ളിൽ പടരുന്ന അപജയങ്ങൾക്കെതിരെ സംഘടനയ്ക്കകത്ത് ശബ്ദമുയർത്തിയതാണ് തന്നെ പുറത്താക്കാൻ കാരണം. 5 വർഷത്തോളം പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് ഫലപ്രദമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ നിന്ന് മത്സരിക്കുക എന്നത് നേരത്തെ എടുത്ത തീരുമാനമായിരുന്നില്ല. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ മാറ്റാൻ പാർട്ടി തയ്യാറായിരുന്നെങ്കിൽ താൻ മത്സരിക്കില്ലായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇത് ചൂണ്ടിക്കാട്ടിയ ആളെ ക്രൂശിക്കാനുള്ള നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയത്. 5 വർഷം ഞാൻ ആ പാർട്ടിക്കകത്ത് ഈ പ്രശ്നമുയർത്തിക്കൊണ്ടുള്ള പോരാട്ടം നടത്തി. ഒരു പ്രയോജനവുമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ നിർബന്ധിതനായി. പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട്. ജീവൻ തന്നെ അപകടത്തിലാകും എന്ന് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള ഭീഷണികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യം ഉയർത്തിപ്പിടിക്കാൻ എന്ത് ഭീഷണി ഉണ്ടായാലും സന്നദ്ധമാകുക, അതിൽ നിന്നൊരു കാരണവശാലും പിന്തിരിയരുത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. യുഡിഎഫ് പിന്തുണയോടെ മത്സരിക്കുമ്പോൾ വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. എന്നാൽ സിപിഎമ്മിനുള്ളിലെ നിരവധി പേർ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. 7481 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ആ വിശ്വാസം ശരിയാണെന്ന് തെളിഞ്ഞതായും കുഞ്ഞികൃഷ്ണൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുമെന്ന പ്രതീക്ഷയിലല്ല മത്സരിച്ചത് എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം കുറക്കുക എന്നത് മാത്രമല്ല, ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത സിപിഎമ്മിനകത്തെ ആളുകൾ പോലും എനിക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധമായി എന്നതാണ് പോളിംഗിന് ശേഷം ലഭിച്ച വിവരം. ഇതിനകത്ത് വലിയ തോതിൽ വോട്ട് കിട്ടുമെന്ന് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.